ആന്റണി രാജു ഫലത്തിൽ അയോഗ്യനായി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അങ്ങനെ തന്നെയാണ് വിശദീകരിക്കുന്നത്. അതായത് 2 വർഷത്തിലധികമുള്ള ശിക്ഷ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് ആന്റണി രാജുവിന് ഈ തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയ കേസിൽ ലഭിച്ചതോടെ തന്നെ ആന്റണി രാജുവിൻ്റെ നിയമസഭാ അംഗത്വം അസാധുവായിരിക്കുകയാണ്. കാരണം 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷമോ അതിലധികമോ ഒരു ജനപ്രതിനിധിക്ക് ശിക്ഷ ലഭിച്ചാൽ ആ ജനപ്രതിനിധി അയോഗ്യനാകും. ഇത് മാത്രമല്ല, ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് 2 വർഷത്തിലധികം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനാൽ തന്നെ അടുത്ത 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ മത്സരിക്കാനും സാധിക്കില്ല. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കില്ല. അയോഗ്യത നിലവിൽ അതുവരെ നിലനിൽക്കും എന്ന് തന്നെയാണ്. അതായത് അപ്പീൽ പരിഗണിക്കാതെ തന്നെ ഒരു കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് നേരെ എതിരായി ഇങ്ങനെ ഒരു കോടതി വിധി വന്നാൽ, 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി വന്നാൽ അപ്പീൽ പരിഗണിക്കാതെ തന്നെ അയോഗ്യത ബാധകമാകും എന്ന് തന്നെയാണ് ആർട്ടിക്കിൾ ഈ സെക്ഷൻ. രാഹുലിനെ വീഴ്ത്താൻ നടന്നതാണ്. രാഹുലിനെ വീഴ്ത്താൻ എന്ന് മാത്രമല്ല, വീണ് കിടക്കുന്ന രാഹുലിനെ ചവിട്ടി താഴ്ത്താൻ നടന്നവരാണ് സഖാക്കള്. ആ സഖാക്കളുടെ വല്ലാത്തൊരു ഗതികേടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെട്ടി കട്ട കേസില് ഇവരുടെ മന്ത്രി എന്ന് പറഞ്ഞാൽ കുറെ കാലം മുമ്പുള്ള മന്ത്രിയല്ല. പിണറായി വിജയന്റെ 2ാം മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ആന്റണി രാജു, ഇപ്പോഴും MLA ആയി തുടർന്നുകൊണ്ടിരുന്ന ആന്റണി രാജു വിക്കറ്റ് പോയി എന്ന് പറഞ്ഞാൽ കോടതി വിധി വന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി അയോഗ്യനായി. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ വൈസ് ഒരു പേപ്പർ പുറത്തേക്ക് വരണം എന്നുള്ളത് മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് പറ്റുന്നില്ല. ഇപ്പൊ ആ പേപ്പർ വരുന്നതിന് ഒരു സാവകാശം, ജെട്ടി കട്ടതിന് പുറത്താക്കി എന്ന് പേപ്പറിൽ എഴുതി വെക്കുന്നതിന് പകരം ആ പേപ്പർ ഇപ്പൊ പുറത്തു വിടണ്ട, അതിനു മുമ്പ് രാജുവിന്റെ ഈ പറയുന്ന രാജിക്കത്ത് വാങ്ങാനാണ് രാജാവ് കൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരു CPM-ന്റെ MLA ജെട്ടി കട്ടതിന് അയോഗ്യനാക്കി എന്ന് നിയമസഭാ രേഖകളിൽ എഴുതി വെക്കുന്നതിന് പകരം ആ എഴുതൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ജെട്ടി കട്ടതിന് CPM-ന്റെ MLA അയോഗ്യനാക്കി എങ്ങനെ ഉണ്ടാകും? വരും തലമുറ ഇതാണ് കാണാനും പഠിക്കാനും പോകുന്നത്. ജെട്ടി കട്ടതിന് CPM-ന്റെ MLA അയോഗ്യനാക്കി. അങ്ങനെ ഒരു നാണക്കേട് അതിനി ഇപ്പൊ അറിഞ്ഞവരറിഞ്ഞോട്ടെ, ഇനി വരും തലമുറ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പേപ്പർ ഇപ്പൊ ഉണ്ടാക്കണ്ട. ആ പേപ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് രാജുവിന്റെ കയ്യിൽ നിന്ന് രാജിക്കത്ത് പിടിച്ചു വാങ്ങാനാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് തീരുമാനം ആന്റണി രാജു കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് വളരെ വൈകാതെ തന്നെ ഈ രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറും. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറാനൊന്നും ഇല്ല, ഓൾറെഡി അയോഗ്യനായി. ജെട്ടി കട്ട കേസാണ് എന്ന് എഴുതി വെക്കാൻ സഖാക്കൾക്ക് തന്നെ വല്ലാത്തൊരു നാണക്കേട്. എന്തൊരു കഷ്ടാണ്. നിങ്ങൾ നോക്കിയേ, രാഹുലിനെ രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ എത്തി നിൽക്കുന്നത് എവിടെയാ? CPM-ന്റെ മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് പീഡന കേസിൽ അറസ്റ്റിൽ. CPM-ന്റെ മുൻ MLA പത്മകുമാർ അയ്യന്റെ പൊന്ന് കട്ടതിന് അറസ്റ്റിൽ, കോടതിയിൽ ജയിലിൽ. പിന്നെ ഇപ്പോ ജെട്ടി കട്ടതിന് ആന്റണി രാജു അയോഗ്യൻ, അകത്ത് കിടക്ക് എന്ന് കോടതി. വല്ലാത്തൊരവസ്ഥ തന്നെ. എന്താ ചെയ്യ? എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കും പടച്ചോന്? ഇങ്ങനെ ഒരു 2025 ഓൾറെഡി മൂഞ്ചി. ഇത് 2026 തുടങ്ങുമ്പോ അതിലും വലിയ മൂഞ്ചലാണ് സഖാക്കൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2025 ഈ പറയുന്ന അയ്യന്റെ പൊന്ന് ഘട്ടത്തിന് സഖാക്കൾ വരിയായിട്ട് അകത്തോട്ട് പോയത്. എന്നാ 2026 ആയപ്പോ ഒരു മാറ്റം ഉണ്ടാകുന്നു കരുതി. നോക്കുമ്പോ നേരെ തിരിച്ചാ. 2026 ഫസ്റ്റ് വിക്കറ്റ് ആന്റണി രാജു. എന്താ കേസ്? ജെട്ടി കട്ടതാണ് കേസ്. വല്ലാത്തൊരവസ്ഥ തന്നെ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് എന്താ വെച്ചല്ലേ, ആന്റണി രാജുവിനെതിരെ പാർട്ടി നടപടി എടുക്കണമെന്ന്. ഏത് പാർട്ടി? എന്ത് പാർട്ടി? എവിടുത്തെ പാർട്ടി?
ഏത് പാർട്ടിയാണോ? അയ്യന്റെ പൊന്ന് കട്ട MLA, ദേവസ്വം പ്രസിഡന്റിനെ, സഖാക്കളെ ഒക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണോ ജട്ടി കട്ടതിന്? എന്ത് ജട്ടി? നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഈ പാർട്ടി എനിക്ക് എന്ത് നടപടി എടുക്കാനാ? ഈ പാർട്ടി ഒരു കോമാളിയായി സമൂഹത്തിന് മുന്നിൽ, പൊതുജനത്തിന് മുന്നിൽ വെറും കോമഡി പീസ്, ഒരു ജോക്കർ. ജോക്കർ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു ജോക്കറിന് അതിലും വലിയ സ്ഥാനങ്ങൾ സമൂഹത്തിന്റെ മനസ്സിലുണ്ട്. ഇനിയിപ്പോ അതിന് പുതിയ വാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് എല്ലാവരും വല്ലാത്തൊരു ദുരവസ്ഥയാണെന്ന് പറഞ്ഞു വെക്കാതെ വയ്യ. ദുരവസ്ഥ എല്ലാം കൊണ്ടും തിരിച്ചടി. അയ്യന്റെ പൊന്ന് കെട്ടത്, RSSന്റെ കാല് നക്കിയത്, കോർപ്പറേഷൻ ഭരണം സംഘ് പരിവാറിന് ദാനം കൊടുത്തത്, രാജാവും രാജാവിന്റെ മക്കളും രാജാവിന്റെ അടിമകളും ഒക്കെ ഓരോ കേസുകളിൽ ഇങ്ങനെ പ്രതിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ കേസുകളിൽ, നിരന്തരമായ കേസുകളിൽ പ്രതിയായിക്കൊണ്ടിരിക്കുക രാജാവും രാജാവിന്റെ കൂട്ടുകൾ. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വിഷജന്തുവിനെ ഇങ്ങനെ പാലൂട്ടി കൈവെള്ളയിൽ കൊണ്ട് നടന്നു നോക്കി. അതും വലിയ തിരിച്ചടിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ ജനം കാർക്കിച്ചു തുപ്പി. ഇറങ്ങി വിജയ, കടക്ക് വിജയ പുറത്ത് എന്ന് ജനം മുഖത്ത് തുപ്പിക്കൊണ്ട് പറഞ്ഞു പിണറായി വിജയന്റെ. അങ്ങനെ എല്ലാം തിരിച്ചടികൾ മാത്രം. ക്യാപ്സ്യൂളുകൾ ഒന്നും അങ്ങോട്ട് ഫലിക്കുന്നില്ല, ക്യാപ്സ്യൂളുകൾ ഒന്നും ഏൽക്കുന്നില്ല. പിന്നെ ഒരു പാട്ടിനെ പേടിച്ചു. എന്തിന്? ഒരു 16 വയസ്സുകാരനായ പയ്യൻ തെരഞ്ഞെടുപ്പിൽ UDF വേണ്ടി പ്രചരണം നടത്തിയിട്ട് സഖാക്കള് തോറ്റു. ഒരു വാർഡില് സഖാക്കള് തോറ്റപ്പോ എന്ത് ചെയ്തു? ഈ 16 വയസ്സുകാരന്റെ അമ്മക്കൊരു ജോലിയുണ്ട് CPM ഭരിക്കുന്ന ഒരു ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ. അതിനുള്ള ദേഷ്യം തീർക്കണമല്ലോ. എന്താ പണി? അമ്മയുടെ ജോലി കളയാ. പാട്ടിനെ പേടിച്ചിട്ട് പാട്ട് പാടിയവനെതിരെ, പാട്ട് എഴുതിയവനെതിരെ, പാട്ട് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോക്കെതിരെ പോലും കേസ്. അവസാനം അത് മൂഞ്ചി. പിന്നെ ഒരു ഫോട്ടോ, കാട്ടുകള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഫോട്ടോ, അതിനെതിരെ കേസ്. അതിനെതിരെ കേസ് എടുത്തിട്ട് ആ ഫോട്ടോ അല്ല ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തു വിട്ടു. അപ്പൊ ഈ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഫോട്ടോയിനെക്കാളും വലിയ അപകടം പിടിച്ച വീഡിയോ ആണ് പുറത്തു വിടുന്നത്. ചെയ്യുന്നതെല്ലാം അബദ്ധം, ചെയ്യുന്നതെല്ലാം വീഴ്ചകൾ, വെറും മണ്ടത്തരങ്ങൾ. കുറെ പൊട്ടന്മാര് കൂടിയിട്ട് ഇങ്ങനെ കുഴലൂതി നടക്കുന്നു എന്ന് കേട്ടിട്ട്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് അത് കേട്ടിട്ട് രാജാവ് ഓരോന്ന് ചെയ്യും. എല്ലാം മഹാ അബദ്ധം, എല്ലാം മഹാ അബദ്ധം. വാരിക്കുഴിയിൽ ഇങ്ങനെ പോയി ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ആര്? രാജാവും അടിമകളും. അവസാനം ജട്ടി കട്ടതിന് MLA അയോഗ്യനാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് എങ്ങനെയാണോ എഴുതി വെക്കുക സഖാക്കളെ നിങ്ങള്? ഇപ്പൊ നിയമസഭാ രേഖകളില് ഒരു അംഗത്തെ അയോഗ്യനാക്കണമെങ്കിൽ ആ അംഗത്തെ അയോഗ്യനാക്കുന്നതിനുള്ള കാരണം എഴുതി വെക്കണല്ലോ. എന്താ ചെയ്യാ? കോടതി കണ്ടെത്തി ജട്ടി കട്ടതിന് MLA കുറ്റക്കാരനാണ്, അപ്പോ MLA അയോഗ്യനാക്കുന്നു. കോടതി ജട്ടി കട്ടതിന് MLA കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചതിന് MLA അയോഗ്യനാക്കുന്നു. എങ്ങനെയാണോ സഹിക്കാൻ പറ്റിയത്? നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തണ്ട. അടിമകള്, സഖാക്കള്, ആരെയും, കേരളത്തിന്റെ പൊതുജനത്തെ ഒന്നും ബോധ്യപ്പെടുത്തണ്ട. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ, സഖാക്കൾക്ക് സഖാക്കളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? ഇതൊക്കെ നിങ്ങൾ സ്വയമേ ഒന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ. നിങ്ങളുടെ സഖാവ് ജട്ടി കട്ടതിന് അയോഗ്യനാവുന്നു. എന്തടോ ഇത്? എങ്ങനെ പറഞ്ഞു പിടിച്ചു നിൽക്കൂ? നമ്മൾ എത്രയൊക്കെ നുണ പറഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുത്തലുണ്ടല്ലോ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ എന്ത് പറയും നിങ്ങൾ? നിങ്ങളോട് എന്ത് പറയൂ? ജട്ടി കട്ടതിന് സഖാവിനെ അയോഗ്യനാക്കി എന്ന് പറയൂ നിങ്ങള്? വല്ലാത്തൊരു മനക്കട്ടിയെ ഇരിക്കും. അത് നിങ്ങളോട് പറയണമെങ്കിൽ ആ തൊലിക്കെട്ടിയെ സമ്മതിച്ചു തരിക തന്നെ വേണം. അല്ലെങ്കിലും അത് തൊലിക്കെട്ടി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അയ്യന്റെ പൊന്ന് കക്കാനുള്ള തൊലിക്കെട്ടി ഉണ്ടായിരുന്നെങ്കിൽ ജട്ടി കട്ടതിന് MLA അയോഗ്യമാക്കി എന്ന് പറയാനും പിന്നെ എന്താലേ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഒരു നാണക്കേടും ഒരു മാനക്കേടുമില്ല. എന്താണെങ്കിലും രാഹുലിനെ വീഴ്ത്താൻ നടന്നിട്ട് അവസാനം വീണത് രാഹുലിനെ വീഴ്ത്താൻ നടന്ന സഖാക്കളാണ് എന്നുള്ളതാണ്.
അതും ജെട്ടി കെട്ടതിന്റെ വല്ലാത്തൊരു, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, പൊളിക്കുമ്പോ ഗോദ്രേജിന്റെ പൂട്ട് പൊളിക്കണം, അതല്ലാതെ ക്ലോസറ്റ് പൊളിച്ചതിന് ജയിലിൽ പോകാൻ പാടില്ല. ഗോദ്രേജിന്റെ പൂട്ട് പൊളിച്ചിട്ടായിരിക്കണം ജയിലിൽ പോണത്, അല്ലാതെ ക്ലോസറ്റ് പൊളിച്ചിട്ട് ജയിലിൽ പോകരുതെന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ജയിലിൽ പോകുന്നതിനും ഒരു അന്തസ് വേണമെന്നാണ്. ഇതിലെന്താ അന്തസ്? ജെട്ടി കട്ടയുടെ അന്തസ്സാ? ആരെങ്കിലും കക്കുവാ ജെട്ടി? വല്ലാത്തൊരവസ്ഥയാ. അതാണ് പറയുന്നത്, ഇതൊക്കെ പഴമക്കാര് മുന്നേ കണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതല്ലത് പറഞ്ഞത്. ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു നാണം കെട്ട ഏർപ്പാടാ. പക്ഷേ എടോ, അവൻ എന്തിനാ ജയിലിൽ പോയെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയണം അത് ഗോദ്രേജിന്റെ പൂട്ട് പൊളിച്ചതിനാണെന്ന്. അതല്ലാതെ ക്ലോസറ്റ് പൊളിച്ചിട്ടാണോ ജയിലിൽ പോയതെന്ന് നാട്ടുകാർ പറയേണ്ട ഒരു ഗതികേട്. ഇതിപ്പോ പറയാണ്ട് ക്ലോസറ്റ് പൊളിച്ചെന്നല്ലോ പറയാ, ജെട്ടി കട്ടതിന് പോയി എന്നല്ല പറയാ. എന്തൊരവസ്ഥയാണിത്? ഇങ്ങനെയോ ഇനി എന്തല്ലേ? അപ്പോ ഞാനിപ്പോ ഇന്നിങ്ങനെ ഇന്നലെ വൈകുന്നേരം മുതല് ഈ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് ആദ്യം കണ്ടെത്തി. പിന്നെ അത് കഴിഞ്ഞ് ശിക്ഷാവിധികൾ വരുന്നു. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ ഈ വാർത്തകൾക്ക് താഴെ നോക്കുമ്പോൾ പല കമന്റുകൾ എന്താണ്, പാർട്ടി നടപടി എടുക്കുന്ന. ഏത് പാർട്ടി? എന്ത് പാർട്ടി? എവിടുത്തെ പാർട്ടി? പാർട്ടി നടപടിയല്ല, പാർട്ടി. എന്റെ പൊന്നോ, നമിച്ചു സഖാക്കളെ, നമിച്ചു നിങ്ങളുടെ മുന്നില്. നിങ്ങളൊരു അവസ്ഥ 2026 നിങ്ങൾക്ക് രക്ഷയില്ല മക്കളെ, നിങ്ങൾക്ക് രക്ഷയില്ല.